യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം. വെൽക്കം ഹോളി ഫയർ മീഡിയ മിനിസ്ട്രിയുടെ വചന ശുശ്രൂഷയിലേക്ക് നിങ്ങൾ ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ഞാൻ ഉണ്ട് എന്ന് അരുളി ചെയ്ത വാക്ക് അക്ഷരം പ്രതി ഞാൻ വിശ്വസിക്കുന്നു. I believe that wherever two or three gather together in my name, I will be in the midst of us, as God said. അങ്ങനെ തന്നെ ദൈവം ഇവിടെയുണ്ട്. The word is real and true. യേശുവിന്റെ ദൂതന്മാർ ഇവിടെയുണ്ട്. I believe that the angels of God is around in the midst of us. ഈ സഭാഹോളിന് ചുറ്റും ദൈവത്തിന്റെ ദൂതന്മാരുണ്ട്. The angels of God around us, around this church. നമ്മുടെ വാഹനങ്ങൾക്ക് കാവലായി ദൈവത്തിന്റെ ദൂതന്മാരുണ്ട്. The angels of God is around our vehicles. നമ്മുടെ ഭവനത്തിന് ചുറ്റും ദൈവത്തിന്റെ ദൂതന്മാരുണ്ട്. And the angels of God around our houses. വഴിയെ പോകുന്ന ഒരു മനുഷ്യന് നമ്മുടെ ഭവനം ദൃഷ്ടി വെക്കുവാൻ സ്വർഗ്ഗം അനുവദിക്കത്തില്ല. And the people that's going near to our house, they will never look upon our house. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ ദൃഷ്ടി വെക്കുവാൻ ഒരു ദുഷ്ട മനുഷ്യന് ദൈവം അനുവദിക്കത്തില്ല. God will not allow any wicked man to look upon our kids. നമ്മുടെ നന്മകളുടെ മേൽ കണ്ണുവയ്ക്കുവാൻ അവകാശം പറയുവാൻ ദുഷ്ടനെ ദൈവം അനുവദിക്കത്തില്ല. God will not allow the wicked to look upon our blessings. കാരണം നാം വിശ്വസിക്കുന്നു, It's because that we believe ദൈവം നമുക്കും നമുക്കുള്ള സകലത്തിനും ചുറ്റി വേലി കെട്ടി സൂക്ഷിക്കുന്നു. because God has made a fence around us and around our blessings. ദുഷ്ടൻ ചില പദ്ധതികൾ ഒരുക്കും, അത് സത്യമാണ്. The wicked always prepare a plan against us. ദോഷം ചെയ്യാൻ ശ്രമിക്കും, സത്യമാണ്. And it will try to harm us. എന്നാൽ ദൈവം നമ്മെ അതിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവമല്ല. God will not allow us to happen in our life. ദൈവം അതിന് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവമല്ല. God will not allow that to happen in our life. Praise the Lord. Amen. Praise the Lord. Amen. ഒരിക്കൽ ശിംശോന്റെ മാതാപിതാക്കൾ ദൈവത്തിന്റെ ദൂതൻ അവർക്ക് പ്രത്യക്ഷമായപ്പോൾ Once Samson's parents has been revealed by God. ദൈവത്തിന്റെ ദൂതനെ നാം കണ്ടുപോയല്ലോ, നാം മരിക്കും നിശ്ചയം എന്ന് ആ പിതാവ് പറഞ്ഞു. And because they said that we had seen the angel of God will die. കാരണം ദൈവത്തെ കണ്ടു കഴിഞ്ഞാൽ ജീവനോടെ നിൽക്കാൻ കഴിയത്തില്ല, ജീവിക്കാൻ കഴിയത്തില്ല. Because when we see God, we can't stay alive. എന്നാൽ മനോഹയുടെ ഭാര്യ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. But Manoah's wife has told one thing. അവൻ നമ്മെ കൊല്ലാനായിരുന്നുവെങ്കിൽ, If God wants to kill us, ജനിക്കാനിരിക്കുന്ന മകനെ കുറിച്ചുള്ള വിവരവും നടക്കാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് നമ്മെ അറിയിക്കേണ്ടതുണ്ടോ? if it was His plan to kill us, God will never allow to give us that information about the birth of our child. അങ്ങനെ ഒരു ധൈര്യപ്പെടാനിടയായിട്ടുണ്ട്. And because of that, they became strong. അതിൽ കൂടി ഒരു കാര്യം പറയട്ടെ. I want to say one thing. ദുഷ്ടന്റെ കയ്യിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാനായിരുന്നു ദൈവത്തിന്റെ പദ്ധതിയെങ്കിൽ, If God's will was to give ourselves to the wicked, hand of the wicked, ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന കുട്ടികൾ വരത്തില്ലായിരുന്നു. God will never give us all the information in our life. ഇത്രയും വിടുതൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം തരത്തില്ലായിരുന്നു. God will never have given us such blessings. പിശാചിന്റെ കയ്യിൽ നമ്മൾ പൂർണ്ണ അധികാരത്തിൽ നാം ഒരു കാലഘട്ടത്തിൽ ജീവിച്ചപ്പോൾ അവന് നമ്മളെ തൊടാൻ പറ്റിയിട്ടില്ല. We were under the working according to the devil's way. Still, it was not able to harm us. ഒന്നുകൂടെ ഞാൻ പറയാം, രക്ഷിക്കപ്പെടാതിരുന്ന കാലഘട്ടത്തിൽ പിശാചിന്റെ പൂർണ്ണ അധികാരത്തിൽ നാം ഇരുന്നപ്പോഴും
നമ്മുടെ ജീവനെ തൊടുവാൻ പിശാചിന് സ്വർഗം കൊടുത്തിട്ടില്ല. When we were not saved and we were under the walking according to the devil's way, still the devil never allows, never able to take our lives. അങ്ങനെയെങ്കിൽ കൃപയിൽ വന്ന ഒരു ദൈവ പൈതലിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സ്വർഗത്തിലെ ദൈവമാണ്. If somebody has been saved, it's a responsibility of the Lord Jesus to take care of us. ഇത് ഞാൻ ഓർത്തപ്പോൾ എന്റെ ഹൃദയം നന്ദിയായി ദൈവത്തെ സ്തുതിപ്പാൻ. When I listened to this word, I was happy. ലോറി അപകടം ഉണ്ടാക്കാൻ അവൻ ശ്രമിക്കും. There are chances that he will try to. കഴിഞ്ഞ ദിവസം കേട്ടതുപോലെ കുഞ്ഞുങ്ങളെ അപായപ്പെടുത്തുവാൻ ശ്രമിക്കും. We're going to try to hold on the kids. നമ്മുടെ നന്മകളെ ശ്രമിക്കും. And the devil will try to destroy our blessings. ആരോഗ്യം ക്ഷയിപ്പിക്കാൻ ശ്രമിക്കും. The devil will try to harm our life. അവൻ ശ്രമിച്ചോട്ടെ. Let it do whatever it likes. അവൻ ശ്രമിക്കുന്നത് നമുക്ക് നാളെ സാക്ഷിക്ക് കാരണമാകുക. Whatever it does against us, it will be a testimony for us for tomorrow. അവൻ ശ്രമിക്കട്ടെ. Let it do whatever it likes. നമുക്ക് അത് സാക്ഷിക്ക് കാരണമായി തീരുക. It will become a testimony for tomorrow. ഞാനത് വിശ്വസിക്കുന്നു. And I believe that. ഒരു ഹാമാൻ എഴുന്നേറ്റതാണ് മൊർദെഖായിയുടെ നന്മയായി മാറിയത്. That's a blessing for Mordecai. അവൻ പറഞ്ഞതെല്ലാം മൊർദെഖായിക്ക് വന്ന് ഭവിച്ചു. And whatever it said against Mordecai, it happened to Haman. ഒരു വാഹനാപകടം വന്നുകൊണ്ടേ അതിൻ്റെതായ ശ്രമം നടന്നുകൊള്ളട്ടെ. പിറ്റേ ആഴ്ച നമുക്കൊരു സാക്ഷിയുണ്ട്. If there is going to be a vehicle accident, but God is going to make a testimony of us. നമുക്കൊരു കഷ്ടപ്പാട് വന്നോട്ടെ, അത് വരുന്നത് നല്ലത്. കാരണം പിറ്റേ ആഴ്ച നമുക്കൊരു സാക്ഷിയുണ്ട്. If there is a problem that is facing against us, there will be a testimony for the next week. അപ്പൊ ഇന്ന് വളരെ പിശാചേ, ഞങ്ങൾക്ക് നിന്നോട് പറയാനുള്ള ഒന്നേ ഉള്ളൂ, നീ ശ്രമിച്ചു, പക്ഷേ പിറ്റേ ആഴ്ച ഞങ്ങൾക്ക് സാക്ഷിയുണ്ട്. We want to tell the devil that you try whatever you like, but we are going to testify about God the next week. കാരണം ഞങ്ങൾ സൂക്ഷിക്കുന്നവൻ ഞങ്ങളുടെ ദൈവമാണ്. Because God is the one who protects us. ഞങ്ങളെ വിടുവിക്കുന്നവൻ ഞങ്ങളുടെ ദൈവമാണ്. God is the one who delivers us. ഞങ്ങളുടെ ചുറ്റും പരിചയമായി കാവലായി നിൽക്കുന്നത് ഞങ്ങളുടെ ദൈവമാണ്. God is a shield around us. പിശാചേ, ഒന്നുകൂടെ പറയാം, നീ കേട്ടോ. I want to just tell against devil one more thing. ഞങ്ങൾക്ക് പേടിയില്ല. കാരണം എന്താണെന്നറിയാമോ? We are not fear. We don't have any fear. ഞങ്ങൾ ഉറങ്ങുമ്പോഴും ഞങ്ങളുടെ അരികിൽ ഉറങ്ങാതെ കാവൽ നിൽക്കുന്ന സ്വർഗ്ഗത്തിലെ ദൈവമുണ്ട്. When we are asleep, there's a God who never sleeps and slumbers and is near to us. പിശാചേ, ഞങ്ങൾക്ക് ധൈര്യമായിട്ട് ഉറങ്ങാൻ കഴിയുന്നത് എന്താണെന്നറിയാമോ? കാരണം You know, devil, why we can sleep without any problem with peace? ഞങ്ങളെ തകർത്ത് കളയാൻ നീ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. We know that you are against us. സാധാരണഗതിയിൽ ഞങ്ങൾക്ക് ഉറക്കം വരുന്നതാ. In normal way, we don't never have sleep. എങ്കിലും ഞങ്ങൾ ഉറങ്ങുന്നതിന് കാരണം You know why we have a proper sleep? ഞങ്ങൾ ഉറങ്ങുമ്പോൾ When we are asleep, നിനക്ക് വിരോധമായി, against you, ഞങ്ങൾക്ക് സഹായമായി, for our ഞങ്ങൾക്ക് safety, തുണയായി for our as a blessing. ഞങ്ങൾ വാഴ്ത്തപ്പെട്ട കർത്താവിനെ Our God ഓർക്കുന്നു. is around us. അവിടുത്തെ ദൈവത്തെ സ്തുതിക്കുന്നു. And we believe that we praise God. ഇതുപോലെ ദൈവത്തെ സ്തുതിക്കാൻ കഴിയും. We can praise God. കർത്താവ് നമുക്ക് തുണ. God is our refuge. അവന്റെ കയ്യിൽ നിന്ന് നമ്മെ പറിച്ചു കളയാൻ ഭൂതലത്തിൽ ഒരു ശക്തിക്ക് കഴിയും. And nobody can pluck us away from His hands. Praise the Lord. Amen. Praise the Lord. Amen. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയം, For the last couple of weeks, what we are going through, ദൈവം ഇറങ്ങി വന്ന് തന്റെ മക്കളെ അനുഗ്രഹിക്കുന്ന വിഷയത്തെ കുറിച്ചാണ്. the God who comes from heaven and blesses His people. ഏറ്റവും വലിയ അനുഗ്രഹം The main blessing, ഭൂമിയിൽ വെച്ച് നമുക്ക് പ്രാപിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം, the blessing that we can receive in this earth, രക്ഷകനായ യേശുവിനെ തിരിച്ചറിയുക എന്നുള്ളതാണ്. to realize who our God is. അതിനുശേഷം And after that, വാഗ്ദത്തമായി നമുക്ക് പിതാവിങ്കിൽ നിന്ന് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ കഴിയുക എന്നുള്ളതാണ്. to receive the Holy Spirit that God has sent us as a blessing. Praise the Lord. Amen. ഒന്നാമത്തേത് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുക എന്നുള്ളതാണ് ഭാഗ്യം. First of all, to receive Jesus as a Savior. രണ്ടാമത് ജീവിതയാത്രയിൽ ഈ പരിശുദ്ധാത്മാവാം ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാപിപ്പാൻ കഴിയുക എന്നുള്ളതാണ് ഭാഗ്യകരം. Second is to receive the Holy Spirit. കാരണം പരിശുദ്ധാത്മാവാണ് നമ്മെ മുദ്രയിട്ടിരിക്കുന്നത്. Because the Holy Spirit has given a seal. പരിശുദ്ധാത്മാവിനാലാണ് നമ്മെ മുദ്രയിട്ടിരിക്കുന്നത്. And Holy Spirit is a seal upon us. Praise the Lord. Amen. എന്തിനു വേണ്ടിയാണ് നമ്മെ മുദ്രയിട്ടിരിക്കുന്നത്? You know why God has
21-22 വാക്യങ്ങളിൽ ഇങ്ങനെ നമ്മൾ വായിച്ചു, ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്യുന്നതും ദൈവമല്ലോ. അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവ് എന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുവരിക്കുന്നു. പരിശുദ്ധാത്മാവാം ദൈവം ദൈവത്തെ കൊണ്ട് നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. എഫേസ്യ ലേഖനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിച്ചാല് Chapter 1 verses 14. എന്തിനു വേണ്ടിയാണ് ദൈവം നമ്മെ മുദ്രയിട്ടത്? 14 വാക്യം. തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി, തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട്, നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായം 11-ാം വാക്യം. നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. നമ്മുടെ മർത്യ ശരീരങ്ങളെ അവൻ ഉയർപ്പിക്കും. കാരണം നമ്മളിലുള്ള പരിശുദ്ധാത്മാവുള്ളതുകൊണ്ട്. ഒറ്റ വാക്കിൽ പറഞ്ഞ് ഞാനൊരു വേറെ വിഷയത്തിലേക്ക് കയറുകയാണ്. പരിശുദ്ധാത്മാവാം ദൈവത്തെ ഭൂമിയിൽ നമുക്ക് തന്നിരിക്കുന്നതിന് കാരണം, ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ. God has given the Holy Spirit in our lives so that He can intercede for us. രണ്ടാമത്, സ്വർഗത്തിൽ നമുക്ക് ഒരു കാര്യസ്ഥനുണ്ട്. അത് 1 യോഹന്നാൻ 2-ാം അധ്യായം 1-2 വാക്യങ്ങളിലാണ്. Second is that there is a mediator in heaven for us. നമ്മുടെ ഭവനത്തിലേക്ക് ഒരാളെ വിട്ടതിന്റെ പിമ്പിൽ പ്രവർത്തിച്ചതാരാ? The people who has been sent to your house is led by the Holy Spirit. നമുക്കൊരു ട്രാക്ട് തരാൻ ഇടയായതിന്റെ പിമ്പിൽ പ്രവർത്തിച്ചത് പരിശുദ്ധാത്മാവാണ്. Somebody has given the tract, it's because that the Holy Spirit led that person. നമ്മളൊരു പ്രാർത്ഥനാ യോഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ ഒരു മനുഷ്യനെ കൂടെ നിർബന്ധിച്ചത് പരിശുദ്ധാത്മാവാണ്. And if somebody has taken to us to a prayer meeting, it has been led by the Holy Spirit. അതാണ് ഇവിടെ വായിക്കുന്നത്. That's what we have. സ്വർഗ്ഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ. It was that who have preached the gospel to you by the Holy Spirit sent from heaven. അത് ഇപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. And that has been revealed to you. എന്താണ് നിങ്ങളെ ഗ്രഹിപ്പിച്ചത്? മേളിൽ എഴുതിയിരിക്കുന്നു, ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുൻകൂട്ടി സാക്ഷികൾ. അപ്പൊ എന്താണ് നമ്മോട് സുവിശേഷം പറഞ്ഞവർ നമ്മോട് അറിയിച്ചത്? യേശുവിന്റെ കഷ്ടാനുഭവത്തെയും നമുക്ക് വേണ്ടി യേശു ചെയ്ത വീണ്ടെടുപ്പിന്റെ പ്രവൃത്തിയെയും ആരോ ഒരാൾ പരിശുദ്ധാത്മാവിൽ നമ്മോട് ദൂതറിയിച്ചു. What the Spirit of Christ, the Spirit has been led by the person sent to us. It's regarding the suffering of the Christ and the glories that would follow. ഈ പരിശുദ്ധാത്മാവ് നമ്മോട് മനുഷ്യനിൽ കൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, and the Holy Spirit is talking to us, to a person. വചനം പറയുന്നു, the word of God says, ഒരു പാപി ഭൂമിയിൽ മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗ്ഗം സന്തോഷിക്കുന്നു. if a sinner gets saved in this earth, the heaven is joyful. ദൈവത്തിന്റെ ദൂതന്മാർ സന്തോഷിക്കുന്നു. The angels of God become joyful. പുത്രനായ ക്രിസ്തു സന്തോഷിക്കുന്നു. and the Son, the Christ, is being joyful. ഇതിന്റെ 12-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്തിൽ എഴുതിയിരിക്കുന്നു, at the end of the Torah's story, അതിപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു, and that has been revealed to you. അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. And angels want to look into these things. പ്രിയ ദൈവമക്കളെ, എന്താണ് ദൈവദൂതന്മാർ കുനിഞ്ഞു നോക്കുന്നത്? What the angels of God is looking down to us. ഒരു മനുഷ്യനെ പരിശുദ്ധാത്മാവ് നിർബന്ധിച്ച് മറ്റൊരുവരോട് സുവിശേഷം പറയുമ്പോൾ അവന്റെ ഉള്ളിലെ കല്ലായ ഹൃദയം മാറി മാംസമായ ഹൃദയമാകുന്നതും അവന്റെ ഉള്ളിൽ മരിച്ചു കിടക്കുന്ന ആത്മാവ് ജീവൻ പ്രാപിക്കേണ്ടത് സുവിശേഷം അവന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതും ദൂതന്മാർ വളരെ ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. The angel of God is looking at the changing of a rock heart to flesh heart, and the person is being getting redeemed. ആ പ്രവൃത്തി കാണാൻ ദൈവദൂതന്മാർ കുനിഞ്ഞു നോക്കുന്നു. And to see that work of God, the angels of God is looking from heaven down to us. ഭൂമിയിൽ ഒരു മനുഷ്യൻ യേശു കർത്താവാണ്, ഞാൻ പാപിയാണ്, എന്നെ സ്വീകരിക്കണമേ എന്നൊരു പാപി പറയുമ്പോൾ സ്വർഗ്ഗത്തിൽ
മഹാസന്തോഷം ഉണ്ടാകുന്നു. Somebody is called, the sinners is calling out, oh God, redeem us, and the angels of God is looking down from. അപ്പോൾ പരിശുദ്ധാത്മാവ് എത്ര ആവശ്യമാണെന്ന് ചിന്തിച്ചു കൊള്ളുക. So here, how much Holy Spirit is important in our lives. നാം വീണ്ടും ജനിക്കുവാൻ പരിശുദ്ധാത്മാവ് എത്ര പ്രാവശ്യം ഓരോ മനുഷ്യരെ നമ്മുടെ പിന്നാലെ വിട്ടു എന്ന് ഓർക്കുക. There are so many, God has led so many people towards us so that we can be saved. മാറി ഓരോ വ്യക്തികളെ, ഓരോ പ്രവാചകന്മാരെ, ഓരോരുത്തരെ മാറി നമ്മുടെ വീടുകളിലേക്ക് പരിശുദ്ധാത്മാവ് വിട്ടു. God is leading prophets and other people to your houses so that the person will know who the God is. കൃപയാൽ ഒരു ദിവസം അവനായി ഹൃദയം തുറക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നു. By the grace of God, God has opened our hearts for Him. ഇന്ന് നമുക്കൊരു പ്രത്യാശയുണ്ട്. Today we have that. എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. Today we know that the Holy Spirit is with us. മാത്രമല്ല പിതാവിന്റെ വലതുഭാഗത്ത് എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ പുത്രനായ ക്രിസ്തുയേശുവുണ്ട്. And we know that there is a mediator who is standing near to the Father. മാത്രമല്ല എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വന്നതിനൊരു പ്രത്യേക ഉദ്ദേശമുണ്ട്. അവനെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഉണർത്താൻ ആ പരിശുദ്ധാത്മാവിനെ വന്നിരിക്കുന്നത്. The Holy Spirit is within us so that He can show us what is sin and show us what is the judgment. കാരണം ഒരു മനുഷ്യനും അവൻ പാപിയാണെന്ന് ഒരിക്കലും പറയാൻ കഴിയത്തില്ല. ഏതൊരു മനുഷ്യനും അവൻ പാപി അല്ലെന്നേ പറയത്തുള്ളൂ. എന്നാൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ തകർന്ന മനസ്സോടെ കണ്ണുനീരോടെ അവൻ ദൈവപാദപീഠത്തിൽ വീട് പറയും, ദൈവമേ ഞാൻ പാപിയായ മനുഷ്യൻ. Not a single sinner will ever say that he is a sinner, but when the Holy Spirit comes upon that person, he will bow down the knees and will accept Jesus as a Savior. വചനം പറയുന്നു, അവൻ എന്റെ ബാല്യങ്ങളെ പാപങ്ങളെ നീ എന്നോട് ക്ഷമിക്കണമേ. The word of God says, "Oh God, forgive the sins that we have done when we were in our ends." എന്റെ യൗവനത്തിലെ ലംഘനങ്ങളെ നീ അവൻ ക്ഷമിക്കണമേ. Lord, take away all the transgression that I have done when I was in youth. തന്റെ പാപത്തെ ഗ്രഹിക്കുന്നവനാ. Who is the one who knows their own sins? മറഞ്ഞിരിക്കുന്ന പാപത്തെ പോക്കി എന്നെ ശുദ്ധീകരിക്കണമേ. Oh God, take away the sins that has been hidden from me. സ്വമേധ പാപങ്ങളെ എന്നോട് അകറ്റണമേ. The habitual sins, Lord, take away from my life. അവ എന്റെ മേൽ വാഴരുതേ. Let it not reign over me, Lord. ഇത് പരിശുദ്ധാത്മാവ് നമ്മെ ഉണർത്തുന്നു. This is what the Holy Spirit is always talking to us. കാരണം എന്താണെന്നറിയാമോ? You know why? പാപം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന് നമ്മോട് ബന്ധപ്പെടാൻ കഴിയത്തില്ല. When the sin is within us, we won't be allowed to have a relationship with God. സ്വർഗ്ഗത്തിൽ നമുക്ക് പോകാൻ കഴിയത്തില്ല. And it won't allow us to go to the heaven. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ബോധം വരുത്തുന്നു. That's why God is always leading us to what our sin is. ഒരു ചെറിയ വാക്ക് മാറി പറഞ്ഞു പോകുമ്പോൾ, When we say something that we should not, ചിന്തയിൽ പെട്ടെന്ന് അശുദ്ധമായതെന്ന് വന്നാൽ, something that comes in our thoughts, പ്രവൃത്തിയിൽ ദൈവവിരുദ്ധമായതെന്ന് വന്നാൽ, something that we've done that's against God, ഉടനെ പരിശുദ്ധാത്മാവ് പറയും, and the Holy Spirit will tell തെറ്റായി പോയി, that you have done something നീ wrong. തെറ്റിപ്പോയി. You have done wrong. പറയുന്ന നിമിഷത്തിൽ When we say that, നമ്മുടെ മനസ്സാക്ഷി നമുക്ക് കുറ്റം വിധിക്കുമ്പോൾ, when our own conscience will lead us to guilty, നാം അറിയാതെ അതരം തുറന്ന് ദൈവത്തോട് പറയും, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ, ഞാൻ തെറ്റിപ്പോയി. and we will tell to Heavenly Father, Lord, we've been wrong. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ നമ്മോടുള്ളതായ പ്രവൃത്തി അത് വളരെ ഘനമേറിയതാണ്, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതാണ്. The Holy Spirit that God has given has got a great purpose in our lives. രണ്ടാമത് നീതിയാണ്. Second is judgment. നീതിയാണ്. Second is the ഒന്നാമത് righteousness. പാപത്തെക്കുറിച്ചും, First of all, sin. രണ്ടാമത് നീതിയെക്കുറിച്ചും, Second is the righteousness. മൂന്നാമത് ന്യായവിധിയെക്കുറിച്ചും. Third is the judgment. എന്താണ് ന്യായവിധി? What is the judgment? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 19-ാം വാക്യം. John 3:16. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യന്റെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവൻ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. വായിച്ചാട്ടെ. ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്നവൻ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. 19-ാം വാക്യം. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. This is the verdict. Light has come into the world, but men allow darkness instead of light.
because the deeds were evil. Praise the Lord. Amen. അപ്പോൾ ദൈവം പാപത്തെക്കുറിച്ച് ഉണർത്തുമ്പോൾ When God reveals the sin in our life, നീതിയെക്കുറിച്ച് ഉണർത്തുന്നു. God will also lead us to judgment. മൂന്നാമത് പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നുകൊണ്ട് ന്യായവിധിയെക്കുറിച്ച് ഉണർത്തുന്നു. The Holy Spirit will lead us to what the judgment is going to be. എന്താണ് ന്യായവിധി? What is the judgment? വെളിച്ചം ലോകത്തിൽ വന്നിട്ടും When even the light has come into the world, മനുഷ്യന്റെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ and the deeds of men were evil. മനുഷ്യന്റെ അവൻ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചതാണ് മനുഷ്യന് വരാൻ പോകുന്ന ന്യായവിധി. They loved darkness beyond evil, beyond the light. പരിശുദ്ധാത്മാവ് നമ്മോട് പറയും, The Holy Spirit will say, നാം പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് കൊടുക്കണമെന്ന് പരിശുദ്ധാത്മാവ് പറയും. the Holy Spirit will say that each and every word that we say, we have to give an account in the presence of God. ഞാൻ ഒന്നുകൂടെ പറയാം. I want to tell one thing. പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുമ്പോൾ When the Holy Spirit come in our life, ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഉണർത്തും. God will open our eyes. നാം പറയുന്ന നിസ്സാര വാക്കിന് പോലും Even the things that we say ന്യായവിധി ദിവസത്തിൽ in the time of judgment, കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസമുണ്ടെന്ന് we have to give an account to the every word we say. പരിശുദ്ധാത്മാവ് നമുക്ക് ബോധം വരുത്തും. And the Holy Spirit will reveal that in our life. Praise the Lord. Amen. 2 Corinthians 5:10 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, 2 Corinthians 5:10 says, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് whatever you do in your flesh, നന്മയായാലും തിന്മയായാലും whether it's good or bad, അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് or what you have to get whatever you done. നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ We have നിൽക്കേണ്ടതാണ്. to stand in the presence of God for judgment. ചെറുതും വലുതുമായ സകല വിഷയങ്ങൾക്ക് നാം ദൈവത്തിന് കണക്ക് കൊടുത്തേ For മതിയാകും. small and the big things, whatever we've done in our life, we have to give the judgment in the presence of God. ഇത് ദൈവം നമ്മോട് ഉണർത്തും. And God will open our heart for that. പരിശുദ്ധാത്മാവ് നമ്മോട് ഉണർത്തും. The Holy Spirit will say in our life, ന്യായവിധിയെക്കുറിച്ച് ദൈവം നമുക്ക് ബോധം വരുത്തും. the judgment that God is going to do, God is going to open our heart for that. ഈ പരിശുദ്ധാത്മാവിനെ ദൈവം എനിക്ക് തന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Thank God that God has given the Holy Spirit in our life. കാരണം ഞാൻ പാപിയാണെന്ന് എനിക്ക് പറയാൻ കഴിയാതെ ഇരുന്നപ്പോൾ, തിരിച്ചറിയാൻ കഴിയാതെ ഇരുന്നപ്പോൾ, ഞാൻ പാപിയാണെന്ന് എനിക്ക് ബോധം വരുത്തിയ ദൈവത്തിന്റെ ആത്മാവിനായ ദൈവത്തിന് സ്തോത്രം. When I was not able to say that I am a sinner, God has opened my eyes and helped me to be saved. എനിക്ക് നീതിബോധമില്ലാതിരുന്നപ്പോൾ നീതിബോധം തന്ന ദൈവത്തെ സ്തുതിക്കുന്നു. When I was not able to know what's righteous, but God has revealed me in my life. ന്യായവിധി ഉണ്ടെന്ന് പോലും ഒരു ചിന്തയില്ലാതിരുന്ന കാലത്ത് എന്റെ വാക്കുകൾക്കും എന്റെ പ്രവൃത്തികൾക്കും സകല കാര്യങ്ങൾക്കും ഒരു ദിവസം ന്യായവിധിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് എനിക്ക് ഉണർത്തി തന്ന ദൈവത്തിന്റെ ആത്മാവിനെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. When I didn't know what's judgment like, but God has opened my eyes and let me know what we have to give an account for everything that in one day. റോമാലേഖനത്തിൽ എഴുതിയിരിക്കുന്നു, നാം ഓരോരുത്തരും അവന്റെ മുമ്പിൽ കണക്ക് കൊടുക്കണം. In Romans it says we have to give an account for everything in the presence of God. അങ്ങനെയെങ്കിൽ ന്യായവിധി ദിവസത്തിൽ നാം ഓരോരുത്തരും അവന്റെ മുമ്പിൽ വന്ന് കണക്ക് കൊടുക്കണം. And the judgment day, each and every person have to stand in the presence of God and give account to whatever they have done. നമ്മുടെ പേര് വിളിച്ച് അവൻ നമ്മെ അവന്റെ മുൻപിൽ നിർത്തും. And God will call your name and you will stand in the presence of Him. ഒരു കാര്യത്തിന് നാം എന്തുകൊണ്ട് ഇത് ഇങ്ങനെ സംഭവിച്ചു, ചെയ്തു, പറഞ്ഞു എന്ന് എന്നോട് ദൈവം ഒരു കാര്യം ചോദിച്ചാൽ, If God says why you have done this thing, ഇതിന് വ്യക്തമായ ഒരു മറുപടി ഞാൻ കൊടുത്തേ ഒക്കത്തുള്ളൂ. and we have to give an answer in the presence of God. കാരണം You know why? എന്നെ നന്നായി ആ സാഹചര്യത്തെ കണ്ടവൻ എന്റെ ദൈവമാണ്. Because God has seen us in that situation. ഞാൻ തന്നെ ആയിരുന്നപ്പോൾ, When I was alone, ജോലി സ്ഥലത്തായിരുന്നപ്പോൾ, when I was at work, വീട്ടിലായിരുന്നപ്പോൾ, when I was വാഹനം ഓടിച്ചപ്പോൾ, when I was driving the vehicle, ജീവിതത്തിന്റെ എല്ലാ വഴികളിലും in every aspects of our life. എന്തുകൊണ്ട് ഇത് എന്ന ചോദ്യത്തിന്, Why you have done this? ആ ചോദ്യത്തിന് വ്യക്തമായ മറുപടി ഞാൻ ദൈവത്തിന് കൊടുക്കണം. We have to give a proper answer in the presence of God. കാരണം എനിക്ക് അവരുടെ മുമ്പിൽ ഒഴിയാൻ കഴിയത്തില്ല, അവൻ എന്നെ നന്നായി കണ്ടവനാണ്. Because we can't just run away from Him, because He knows whatever we have done. 50-ാം സങ്കീർത്തനത്തിൽ ഭയങ്കരമായ ഒരു വാക്യം എഴുതിയിരിക്കുന്നു. സങ്കീർത്തനത്തിന്റെ 5 മുതൽ വായിച്ചാൽ, യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവിൻ.
ദൈവം തന്നെ ന്യായാധിപതിയായിരിക്കുകയാണ്. ആകാശം അവന്റെ നീതിയെ ഘോഷിക്കും. ദൈവം തന്നെ ന്യായാധിപതിയായിരിക്കുക, ആകാശം തന്നെ നീതിയെ ഘോഷിക്കും. ഇനി താഴേക്ക് വരുമ്പോൾ 21 വാക്യം വായിച്ചേ. ഇവ നീ ചെയ്തു. ന്യായവിധിയുടെ സമയത്താ. നമ്മുടെ വിഷയം മറ്റൊന്നുമല്ല, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വന്നതിനാൽ നമുക്കുണ്ടായ നന്മ, അത് പാപത്തെ കുറിച്ച് നമുക്ക് ബോധം വരുത്തി, നീതിയെ കുറിച്ച് ബോധം വരുത്തി, ന്യായവിധിയെ കുറിച്ച് നമുക്ക് ബോധം വരുത്തി. ന്യായവിധിയെ കുറിച്ചുള്ള ആ വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മുടെ 21 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഇവ നീ ചെയ്തു. വായിച്ചേ. ഞാൻ മിണ്ടാതിരിക്കയാൽ ഞാൻ നിന്നെ പോലെയുള്ളവനെന്ന് നിരൂപിച്ചു. അടുത്തത്, ഞാൻ നിന്നെ ശാസിച്ചു. ശ്രദ്ധിച്ചാണ്, എന്നാൽ ഞാൻ നിന്നെ ശാസിച്ച് നിന്റെ കണ്ണിന് മുമ്പിൽ അവയെ നിരത്തി വയ്ക്കും. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവിൻ. അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീഴ്ക്കളയും. These things you have done, and I kept silent. You thought I was altogether like you, but I will rebuke you and accuse you to your face. Consider this, you who forget God, or rather tear you to pieces with none to rescue. God didn't want to just destroy us. When you hear this, don't have the burden in your heart. It's not for us. It's not for you. And who believes it? It's not for us. It always happens when we are away from God. I just read because to show that God has delivered us. You know who is this judgment? The person who forgets God. It's written, consider this, you who forget God, or I will tear you to pieces with none to rescue. This judgment, we know about this judgment. God has given that in from this. Because God has delivered us from this, we can praise God. When we live in this world, God, the glory of the God should be revealed. We read Isaiah 40 verse 3. നാല് കാര്യങ്ങൾ, 5 കാര്യങ്ങൾ. അടുത്തത് 6, 7 കാര്യങ്ങൾ. അടുത്തത് യഹോവയുടെ മഹത്വം വെളിപ്പെടും. അടുത്തത് സകല ജഡവും ഒരുപോലെ തന്നെ കാണും. അടുത്തത് യഹോവയുടെ വായല്ലോ അരുളിച്ചെയ്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ ക്രമീകരണം ജീവിതത്തിൽ നാം വരുത്തേണ്ടത്, ദൈവമഹത്വം വെളിപ്പെടാൻ കഴിയാതെ തടസ്സമായി നിൽക്കുന്ന ആദ്യത്തെ വിഷയം ഏതാണെന്ന് നമ്മൾ വായിച്ചേ. അതല്ല ഇന്നത്തെ വിഷയമെങ്കിലും വായിച്ചു പോകാം. എല്ലാ താഴ്വരയും നികന്നു വരണം. ജീവിതത്തിന്റെ എല്ലാ കുറവുകളും നികന്നു വരണം. അടുത്തത് ജീവിതത്തിൽ ദൈവത്തോട് അടുക്കാൻ കഴിയാതെ ഉയർന്നു നിൽക്കുന്ന എല്ലാ കുന്നുകളും എല്ലാ മലകളും എന്താകണം? ഇടിച്ചതിനെ നികത്തണം. സ്തോത്രം. അടുത്തോടെ വായിച്ചേ. ജീവിതത്തിൽ വളഞ്ഞ വഴികൾ ചൊവ്വായി വരണം. അടുത്തത് ദുർഘടങ്ങൾ സമമായി വരണം. അടുത്തത് അവിടെ
valley shall be raised up, every mountain and hill made low. യഹോവയുടെ വായല്ലോ അരുളി ചെയ്തത്. And for the mouth of the Lord has spoken. ഒന്നുകൂടെ പറയാം, എന്റെ ജീവിതത്തിൽ ഒരു ക്രമീകരണം ഒരുക്കപ്പെടുമ്പോൾ സ്വർഗം എന്റെ ജീവിതത്തിൽ തന്റെ മഹത്വം വെളിപ്പെടുത്തും. If God changes our life, the glory of the Lord will be revealed in our lives. Praise the Lord. എന്റെ ജീവിതത്തിൽ ഞാനൊരു ക്രമീകരണം ഒരുക്കുമ്പോൾ, എന്റെ വീടിനകത്ത് ഞാനൊരു ക്രമീകരണം ഒരുക്കുമ്പോൾ, എന്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ ഞാനൊരു ക്രമീകരണം ഒരുക്കുമ്പോൾ, എന്റെ വീടിനകത്ത് എന്റെ വ്യക്തിപരമായ വിഷയത്തിൽ ഞാൻ ക്രമീകരണം ഒരുക്കുമ്പോൾ ദൈവമഹത്വം അവിടെ വെളിപ്പെടും. When I try to change my own life and in my family's life, the God's glory will be revealed in every situation. മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴി ഒരുക്കണം, നിർജ്ജന പ്രദേശത്ത് യഹോവയ്ക്ക് പെരുവഴി ഒരുക്കണം. In the desert, prepare the way for the Lord. Make straight in the wilderness a highway for our God. ജീവിതത്തിൽ വളഞ്ഞു കിടക്കുന്നത് നേരെയാക്കണം. Whatever is crooked, let it make straight. ദുഷ്കരങ്ങൾ നേരെയാക്കണം. And the rough places, let it become plain. താഴ്വരകൾ നേരെയാകണം. Let every valley shall be raised. ഉയർന്നു നിൽക്കുന്ന കുന്നുകളും മലകളും ഇടിച്ചു നികത്താൻ കഴിയണം. Every mountain and hill shall be lowered. അങ്ങനെയെങ്കിൽ ദൈവമഹത്വം നമ്മുടെ വീടിനകത്ത് വെളിപ്പെട്ടു വരും. The glory of the Lord will be revealed in the house. അങ്ങനെയെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്ത് ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരും. And the glory of the Lord will be revealed where we walk. നമ്മുടെ ഫൈനാൻഷ്യൽ വിഷയത്തിൽ ദൈവമഹത്വം വെളിപ്പെട്ടു വരും. The glory of the Lord will be revealed in our financial problems. രഹസ്യവും പരസ്യവുമായ എല്ലാ വഴികളും നേരെയാകട്ടെ ഈ ദിവസങ്ങളിൽ. Let in our secret life or in our public life, let all the ways become straight. ഇതെത്രവർക്ക് പറയാൻ കഴിയും, എന്റെ വീടിനകത്ത് ഞാൻ നിഷ്കളങ്ക മാർഗത്തോടെ പെരുമാറും. Lord, how many people can say that we can have an innocent life in our family life? ഒരു നീച കാര്യം എന്റെ കണ്ണിന് മുമ്പിൽ ഞാൻ വെക്കത്തില്ലെന്ന് ഹൃദയ പരമാർത്ഥതയോട് പറയാൻ കഴിയുന്നവരെ ദൈവത്തെ സ്തുതിക്കുന്നു. Who can say that nothing unusual we will see through our eyes? എവിടെയാ ദൈവമഹത്വം വെളിപ്പെടുന്നത്? എന്റെ വീടിനകത്ത് ദൈവമഹത്വം വെളിപ്പെടുവാൻ തക്കവണ്ണം എന്റെ കർത്താവ് എന്റെ വീടിനകത്ത് ഇറങ്ങി വരത്തക്കവണ്ണം ഒരു നീച കാര്യം എന്റെ കണ്ണിന് മുമ്പിൽ ഞാൻ വെക്കത്തില്ല. Nothing wicked was put in front of me, so that the God of glory of the Lord will reveal in our family life. എന്റെ വീട്ടിൽ ഞാൻ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. I will have an innocent heart when we are at home. അവിടെ ദൈവം ഇറങ്ങി വരും. And the glory of the Lord will be revealed. അവിടെ ദൈവ പ്രവൃത്തി ഞാൻ കാണും. I will see the work of the God's hand. Praise the Lord. Amen. പെട്ടെന്ന് ദൈവം ഇറങ്ങി വരത്തില്ല. God will never come immediately. നാം ചെയ്യേണ്ടത് ചെയ്യുമ്പോൾ ക്രമീകരിക്കുമ്പോൾ ദൈവം തന്റെ പ്രവൃത്തി ചെയ്യും. When we want to change our own life, then God will be revealed. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവസന്നിധിയിൽ ചെല്ലുന്നില്ല. Without holiness, nobody will come in the presence of അപ്പോൾ God. ദൈവസന്നിധിയിൽ ചെല്ലാൻ ഒരു വഴി നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ടത് ശുദ്ധീകരണം പ്രാപിക്കുക. To come in the presence of God is the main important is the holiness in our life. ദൈവ പ്രവൃത്തി കുടുംബത്തിനകത്ത് വെളിപ്പെട്ടു വരുവാൻ ഞാൻ ദൈവത്തിനൊരു പെരുവഴി നിർജ്ജന പ്രദേശത്ത് ഒരുക്കണം. We have to prepare a way for the God so that God's glory will be revealed in our life. Praise the Lord. Amen. മനസ്സിലാക്കാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Praise God. ഈ ദിവസങ്ങളിൽ ഒരുക്കുക, വളഞ്ഞ വഴി ചൊവ്വാക്കുക, താഴ്വരകൾ നികന്നു വരട്ടെ, കുന്നുകളും മലകളും ഇടിച്ച് നേരെയാക്കുക, ദുർഘടങ്ങളെ നിരപ്പാക്കുക, യഹോവയുടെ മഹത്വം വെളിപ്പെടുന്ന ചെയ്യും. The valley shall be raised up, every mountain and hill made low. The rough ground shall become level, and the rough places of plain, so that the glory of the Lord will be revealed. Praise the Lord. Amen. Praise the Lord. Amen. പരിശുദ്ധാത്മാവിലാണ് ഞാനിത് പറയാം. I'm telling to the Holy Spirit. ദൈവത്തിന്റെ ആത്മാവിൽ മോഷ്ടി വിളിച്ച് പറയത്തില്ല. I will never tell something that God has not given to me. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവസ്ഥലങ്ങളിൽ വീണ്ടും വരുന്ന ദേവവാക്യങ്ങൾ ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്തപ്പോൾ When I was sitting in the presence of God, I was meditating to the word of God. ദൈവത്തിന്റെ ആത്മാവ് വീണ്ടും ഹൃദയത്തിലേക്ക് തരുന്ന ആശയം, And what the God has said to me through this word. ദൈവം തന്റെ ജനത്തിന് വിടുതൽ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു. God wants to give and open the way for His children. എന്നാൽ ക്രമീകരണം പ്രാപിക്കാതെ വിടുതലില്ല. Without having a proper relationship with God. ജീവിതത്തിൽ പരസ്യവും രഹസ്യവുമായ സകല വിഷയങ്ങളും ദൈവം മുമ്പാകെ ക്രമീകരണം ആവശ്യമാണ്. In our secret and in the public life, we should have a proper വളഞ്ഞ relationship. വഴികൾ ചൊവ്വയായേ മതിയാകൂ. God has to, we have to make the straight on the crooked ways. ദൈവം പരിശുദ്ധനായ
ചെയ്യുവാനായി പോകുന്നു. The three kings who was going to fight against Moab. ഒന്ന് യഹൂദ രാജാവായ യഹോശാഫാത്ത്, And one of the Jehoshaphat. രണ്ട് ഇസ്രായേൽ രാജാവ്, Second, the king of മൂന്ന് Judah. ഏദോം രാജാവ്. മൂന്ന് രാജാക്കന്മാർ. ഒന്ന് ഇസ്രായേൽ രാജാവ്, രണ്ട് യഹോശാഫാത്ത് രാജാവ്, മൂന്ന് ഏദോം രാജാവ്. മൂന്ന് പേരും ചേർന്ന് യുദ്ധത്തിനായി പോകുന്നു. And three kings were going to battle. അവിടെ 7 ദിവസം ചുറ്റി നടക്കുക. And for 7 days they're just having running around. മോവാബിനെ തോൽപ്പിക്കേണ്ടതാണ് മൂന്ന് രാജാക്കന്മാരും ചേർന്ന് പോകുന്നത്. And they're going against Edomites so that they can overcome them. അവിടെ പോകുന്ന വഴി And when they were going, വെള്ളം കിട്ടാതെ ഒരു വലഞ്ഞു. and they couldn't have any water, and they were having problems with it. ഇസ്രായേൽ രാജാവ് പറഞ്ഞു, And then the king of ഈ Israel മൂന്ന് said, രാജാക്കന്മാരെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നത് ഞങ്ങളെ കൊല്ലാനാ. so they have brought these three kings just because so that we've been killed. യഹോശാഫാത്ത് രാജാവ് ദൈവഭക്തനായിരുന്ന മനുഷ്യൻ പറഞ്ഞു, ഇവിടെ ദൈവത്തിന്റെ ആലോചന ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടോ? And they said, oh, the king Jehoshaphat said, is there anywhere that we can go and find what God wants us to say? മറുപടി വന്നു, ഏലിയാവിന്റെ കൈക്ക് വെള്ളം ഒഴിച്ച ഏലീശ ഇവിടെ ഉണ്ട്. And they said that Elisha is the prophet Elisha is here. ഏലീശായെ വിളിച്ചു, ഏലീശായോട് ചോദിച്ചു, ഇങ്ങനെ സംഭവം എന്ന് പറഞ്ഞു. And they went to prophet Elisha and they said what the problems are. ഏലീശ പറഞ്ഞു, അധ്യായത്തിന്റെ 17 വാക്യങ്ങൾ വായിച്ചു. ഏലീശ പറയുകയാണ്, യഹോവ അതിന് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുക. ശ്രദ്ധിച്ചാൽ നിങ്ങൾ കാറ്റ് കാണത്തില്ല, മഴ കാണത്തില്ല, എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. ഇത് പോരാഞ്ഞ് യഹോവയായ ദൈവം മോവാബിനെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുമോ? അങ്ങനെ തന്നെ സ്വർഗത്തിൽ ദൈവം ചെയ്തു. അതെ, ചരിത്രം വായിക്കുമ്പോൾ സ്വർഗത്തിൽ അങ്ങനെ തന്നെ ചെയ്തു. അവര് നോക്കി നിന്നപ്പോ വെള്ളം ഒഴുകി വരുന്നു. പ്രവചനം എങ്ങനെയാ? നിങ്ങൾ കാറ്റ് കാണത്തില്ല, മഴ കാണത്തില്ല, പിന്നെന്താ? പക്ഷെ ഒരു കാര്യം ചെയ്യണം, അത് പ്രാപിക്കാൻ കുഴി വെട്ടിക്കണം നേരത്തെ. For this is what the Lord says, you will see neither wind nor rain, yet his valley be filled with water, and you, your cattle and your animals will drink. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വാക്യം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തപ്പോൾ എന്നോട് സംസാരിച്ച വിഷയം, നീ വിശ്വസിച്ചുകൊണ്ട് നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ ആരംഭമിട്. ദൈവം അവിടെ അയക്കേണ്ടുന്ന നന്മ അയക്കും. You have to put the teachers and God is going to provide for you. ഞാനൊന്ന് പറയട്ടെ, പ്രാപിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രവൃത്തി തുടങ്ങാൻ. ദൈവത്തിന്റെ കരവിജോഷങ്ങളിൽ കാണാൻ തുടങ്ങി. You have to believe that God has already given to you and take a step of faith. പരിശുദ്ധാത്മാവ് ആദ്യം നമ്മോട് വചനത്തിൽ കൂടെ ഇടപെട്ട ഒരു വിഷയം, നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ ദൈവമഹത്വം വെളിപ്പെടും. God said that you have to organize your life and then God will provide a way for you. രണ്ടാമത്, വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് ഏലീശയിൽ കൂടെ പറഞ്ഞ ദൂതിൻ പ്രകാരം മഴ കാണുന്നതിന് മുൻപ്, കാറ്റ് കാണുന്നതിന് മുൻപ് എന്ത് ചെയ്യുക? താഴ്വരയിൽ കുഴികൾ വെട്ടുക. Second thing, what the faith that Elisha told to the kings to make ditches in the valley. ഒരു ശബ്ദവും കേൾക്കത്തില്ല, You won't hear any ഒരു മഴയും കാണത്തില്ല, You won't see any rain. ഒന്നും കേൾക്കാനും കഴിയത്തില്ല. And you can't hear anything. പ്രതീക്ഷിക്കാത്ത സമയത്ത് But when you don't expect. ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മൾ കണ്ടു കഴിയുമ്പോൾ, When God sees what He expects from us. ദൈവം നമ്മുടെ ഉപജീവനത്തിനുള്ള നന്മ സ്വർഗം ഒരുക്കി തരുമെന്ന് വിശ്വസിക്കുക. And God will make a way for us. മൂന്ന് രാജാക്കന്മാർ അവരുടെ സൈന്യം അവരുടെ നിലനിൽപ്പിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ച് നിലവിളിച്ചത്. The three kings cried out to God because they can stand firm. അവരുടെ നിലനിൽപ്പിന് ആവശ്യമായ ഒരു വഴി പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുത്തു. And the Holy Spirit showed them the way. വഴി ഇതാണ്. മഴ കാണുന്നതിന് മുമ്പ്, ശബ്ദം കേൾക്കുന്നതിന് മുമ്പ്, ഒരു തെളിവുമില്ലാത്തപ്പം വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിച്ചു തുടങ്ങ്. ദൈവം ആ നന്മ അതിനകത്ത് പരമതിയാണ്. Before you see
the rain and the wind make the ditches in the valley, and you will see the water. Praise the Lord. Amen. മൂന്നാമത്തെ വിഷയം കൂടെ പറഞ്ഞോട്ടെ. നാം ചെയ്യേണ്ടത് വിശ്വസിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ. And third thing, whatever you do with faith, ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്യും. and God will do whatever He wants to do. Praise the Lord. Amen. Praise the Lord. Amen. ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കുമെന്ന് ദൈവം പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ചിലതിനെ ബന്ധിക്കുക. That's the word of God says, what we bind in earth, it will be bound in heaven. പ്രവർത്തിക്കുന്നത് ദൈവമാണ്. And God is the one who does it. യേശു പറഞ്ഞു നീ പ്രവർത്തിക്കുന്നത് ഞാനാണ്. God said, you do it, and I am the one who is going to make it happen. ദൈവം അത് പറഞ്ഞാൽ അങ്ങനെ തന്നെ ചെയ്യും. And when God says, it will be done. ചില കാര്യം വിശ്വസിക്കുന്ന ഒരാൾ നടക്കും. And when you have faith, it will be done. കർത്താവ് പറഞ്ഞു നീ വിശ്വസിച്ചത് ചെയ്താൽ അത് നടക്കും. And God says, if you say and believe it, and it becomes for you. നീ വിശ്വസിച്ചുകൊണ്ട് കുഴി കുഴിച്ചോ വെള്ളം അതിനകത്ത് അയച്ചു തരുവാൻ ദൈവത്തെ മതിയാകും. If you can make ditches in the valley with faith, it will be filled with water. വിശ്വസിച്ചുകൊണ്ട് കുഴികൾ കുഴിക്കുക ദൈവ പ്രവൃത്തി കാണുവാൻ ദൈവം ഇടയാക്കും. If you can believe in God and make ditches in the valley, you can see great things. പിന്നീട് വായിച്ചു മത്തായി 18:18 ഇങ്ങനെ വായിക്കുന്നു നിങ്ങൾ ബന്ധിക്കുന്നതെല്ലാം സ്വർഗ്ഗത്തിൽ ബന്ധിക്കും നിങ്ങൾ അഴിക്കുന്നതെല്ലാം സ്വർഗ്ഗത്തിൽ അഴിഞ്ഞു വരും. It's written like what we bound in earth, it will be bound in heaven, and what we loose in earth, it will be loosed in heaven. പോഷന്മാരെ പോലെ വിശ്വസിച്ച് അതരം കൊണ്ട് വിശ്വാസത്തോടെ ഏറ്റുവല്ല ദൈവം അങ്ങനെ തന്നെ ചെയ്യും. Like fools, just believe in the word of God and it will be done for you. Praise the Lord. Amen. വഴികൾ ക്രമീകരണം ഒരുക്കുമ്പോൾ ദൈവമഹത്വം വെളിപ്പെടും. When you organize your own ways, God will deliver you. ജീവിതത്തിൽ ശുദ്ധീകരണത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവമഹത്വം കാണാനിടയായി തീരും. When we submit ourselves, our lives for holiness, and God's glory will be revealed. ദൈവം പറഞ്ഞതനുസരിച്ചുകൊണ്ട് യാതൊരു സാധ്യതയും കാറ്റും മഴയും ഒന്നും കേൾക്കാനില്ലാത്തപ്പോഴും വിശ്വാസത്തോടെ ദൈവം പറഞ്ഞതനുസരിച്ച് കുഴികൾ കുഴിക്കുക അത് നിറയ്ക്കുവാനും ഉപജീവനത്തിനുള്ള വഴി ദൈവം അതിൽ നിന്ന് തുറന്നു തരുവാനും ദൈവം മതിയാകും. You can't hear the wind or the rain, and even with that you make the ditches in the valley, you can see the water, you can see it being filled with water. ദൈവത്തെ സ്തുതിക്കാൻ കഴിയും. വിഷയത്തിന് പരിഹാരം വേണമോ ദൈവത്തിന്റെ ആത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അനുസരണത്തിലേക്ക് കടന്നു വരിക. ദൈവത്തിലുള്ള അനുസരണത്തിലേക്ക് കടന്നു വരിക. ദൈവസന്നിധിയിൽ ഇരിക്കുവാനുള്ള ഒരു മനസ്സിലേക്ക് കടന്നു വരിക. എല്ലാത്തിനും നേരമുണ്ടല്ലോ പ്രാർത്ഥിക്കാനുള്ള നേരം കണ്ടെത്താൻ കഴിയാതെ മുഴങ്കാൽ മടക്കുവാൻ അനുസരണത്തിലേക്ക് വരിക. ദൈവത്തെ അനുസരിച്ചാൽ ദൈവമഹത്വം കാണും. കാരണം വചനം പറയുന്നു യാചിപ്പിനെന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. മുട്ടിയാൽ തുറക്കപ്പെടും. അന്വേഷിപ്പിൻ കണ്ടെത്തും. കൽപ്പന കൊടുത്ത ദൈവം അത് പ്രവർത്തിപ്പാൻ മതിയായ ദൈവമാണ്. എല്ലാത്തിനും നമുക്ക് സമയമുണ്ട്. പ്രാർത്ഥിപ്പാൻ മാത്രമാണോ സമയമില്ലാത്തത്? ഇത് പലരോടും മനസ്സിലാക്കുക. വാസ്തവമായും പ്രാർത്ഥനയാണ് നമ്മുടെ കുറവെങ്കിൽ ഇന്ന് മുതൽ മുഴങ്കാൽ മടക്കാൻ ഒരു ശ്രമം നടത്തി നോക്കുക. പ്രാർത്ഥന മുറിക്കകത്ത് അല്പമായിരിക്കുന്ന ഭരണിയിലെ എണ്ണ അനേക പാത്രങ്ങളിൽ നിറഞ്ഞു കവിയുന്നത് ഉൾക്കണ്ണുകളിൽ ഒന്ന് കണ്ടു നോക്കുക. മഴയുടെ ശബ്ദമില്ലെങ്കിലും ഇന്ദ്രിയങ്ങൾക്ക് അത് തിരിച്ചറിയാൻ കഴിയാതെ നിൽക്കുമ്പോഴും ദൈവം പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ചില കുഴികൾ കുഴിക്കുവാൻ മനസ്സൊരുക്കമുണ്ടാകട്ടെ. നിശ്ചയമായും ദൈവത്തിന്റെ കരം കാണുവാനാണ്. ഒരു നിമിഷം ദൈവസ്ഥലം എഴുന്നേൽപ്പിക്കാമോ?
നിർജ്ജനപ്രദേശത്തെ യഹോവയ്ക്ക് പെരുവഴി ഒരുക്കുകയും വളഞ്ഞതെല്ലാം ചൊവ്വാകുമ്പോൾ ദുർഘടങ്ങൾ നിരപ്പാകുമ്പോൾ താഴ്വരകൾ നികന്നു വരുമ്പോൾ ഉയർന്ന മലകളും കുന്നുകളും താണു വരുമ്പോൾ ദൈവമഹത്വം വെളിപ്പെടും. കേൾക്കാനില്ല ശബ്ദം, കാണാനില്ല. പക്ഷെ ദൈവം പറഞ്ഞു ഉപജീവനത്തിനുള്ള നിലനിൽപ്പിനുള്ള വെള്ളം സ്വർഗത്തിലെ ദൈവം അവിടെ എഴുതിയിരിക്കുന്ന ഏതോ വഴിയായി വെള്ളം വരുന്നത് അവർ കണ്ടു. ഇന്ന് പലവിടത്തുള്ളവർക്ക് വിശ്വസിക്കാൻ കഴിയും. യേശു ദൈവം പറഞ്ഞത്, തന്റെ ഭക്തനിൽ കൂടെ പറഞ്ഞത് എന്റെ ജീവിതത്തിലെ നന്മ വരുന്നുണ്ടെന്ന് വിശ്വസിക്കുക. ഞാൻ എന്റെ ജീവിതത്തിൽ കേട്ട ദൂതുകൾ ഇന്ന് എനിക്കതിന് യാതൊരു സാധ്യതയും, അത് പ്രാപിക്കാൻ എന്റെ മുമ്പിൽ യാതൊരു സാധ്യതയും ഇന്നെനിക്കില്ല. എങ്കിലും ഞാൻ വിശ്വസിക്കുന്നു. എന്നോട് എന്റെ ദൈവം പറഞ്ഞതായതുകൊണ്ട്, മനുഷ്യനിൽ കൂടെ ദൈവം എന്നോട് പറഞ്ഞ കൂടായതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കുള്ള നന്മ ഞാൻ പ്രതീക്ഷിക്കാത്ത വഴികളിൽ കൂടെ, ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ എന്റെ ദൈവം എനിക്കത് നൽകി തരുമെന്ന് ചെയ്യും. ഹല്ലേലൂയ. എന്നവർക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാൻ കഴിയും. നന്മയോടെ നന്മയോടെ ഭക്തൻ നന്മ ഉടനെ പോകത്തില്ല. ദൈവഭക്തൻ നന്മ ഉടനെ പോകത്തില്ല. ദൈവഭക്തന്മാർക്ക് നന്മ ഉടനെ പോകത്തില്ല.
നിന്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മടക്കാതെ കൂടെ ഇരിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും ജീവിപ്പിച്ചതിനും തോറും നമ്മെ വഴി നടത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാമേവരും ഭൂമിയിലെ സകല വിശുദ്ധന്മാരും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളും നാളും കർത്താവിന് വരുകയും ഉണ്ടായിരിക്കുമാകട്ടെ. കരങ്ങൾ ദൈവത്തിലേക്ക് കൂടെ നന്ദി പറയാം. ആമേൻ. കർത്താവായ യേശുവേ, കർത്താവിനെ അനുഗ്രഹിക്കട്ടെ. ഈ വചന ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, ദൈവവചന സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് ഞങ്ങൾ മറുപടി തരുവാനായിട്ട് തയ്യാറാണ്. ദയവായിട്ട് താഴെ കാണുന്ന ഇമെയിൽ അഡ്രസ്സിൽ, താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.